എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നാടൻ ഒഴിച്ചൂട്ടാനാണ്. ചക്കക്കുരു മാങ്ങയും കൊണ്ടാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. മിക്കവാറും എല്ലാവരും തയ്യാറാക്കാറുള്ള ഒരു കറി തന്നെയാണ്. വ്യത്യസ്ത രീതിയിലായിരിക്കും തയ്യാറാക്കാറുള്ളത് അല്ലേ? അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കറി തയ്യാറാക്കേണ്ടത് അതനുസരിച്ച് ചക്കക്കുരുവിൻ്റെ അളവൊക്കെ എടുക്കുക. ഇനി ഇതിൻ്റെ തൊണ്ടയ്ക്ക് ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ആ തൊണ്ടയ്ക്ക് ഒന്ന് കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നീളത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പുറത്തുള്ള സ്കിന്ന് പൂർണ്ണമായിട്ടും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത്രയൊക്കെ കളഞ്ഞെടുത്താൽ മതി. ഇത് ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇനി ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചക്കക്കുരു കുക്കറിനകത്താണ് വേവിച്ചെടുക്കുന്നത്. ചക്കക്കുരു കുക്കറിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കുക്കറിൽ നമ്മൾ വേവിക്കുക വെച്ചാൽ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചക്കക്കുരു വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ കുക്കറിൻ്റെ വിസിലിന് വ്യത്യാസമുണ്ട് വെന്ത് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ കുക്കറിൽ 3 വിസിൽ കേട്ടപ്പോഴേക്കും എനിക്ക് ചക്കക്കുരു ഒക്കെ നല്ലപോലെ വെന്ത് കിട്ടി. അപ്പോൾ ചക്കക്കുരു വേവാനായിട്ട് ഞാൻ അടുപ്പിലേക്ക് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തേക്കുള്ള മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചക്കക്കുരു മാങ്ങയും വെക്കുമ്പം അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും വീഡിയോ കണ്ടു കഴിയുമ്പം ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാനൊന്നും ആരും മറന്നു പോകരുത്. മാങ്ങയുടെ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ ഇതുകൊണ്ട് ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള മാങ്ങയ്ക്ക് പുളി ഇല്ലെങ്കിൽ 2 എണ്ണം എടുക്കണം കേട്ടോ. ചക്കക്കുരു മാങ്ങയൊക്കെ കറി തയ്യാറാക്കുമ്പം അത്യാവശ്യം കുറച്ച് പുളിയൊക്കെ വേണം. പിന്നെ അരിഞ്ഞെടുക്കുമ്പം തീരെ അങ്ങ് കനം കുറച്ച് അരിയേണ്ട. ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്താൽ മതി. നമ്മുടെ ചാനലിൽ കൂടുതലും ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നാടൻ കറികളാണ്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടൊന്ന് സപ്പോർട്ട് തരണം കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മാങ്ങ അരിഞ്ഞെടുത്ത സമയം കൊണ്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന ചക്കക്കുരു നല്ലപോലെ വെന്ത് കിട്ടി. ഞാനതൊരു മൺചട്ടിക്കകത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ചക്കക്കുരു വെന്തങ്ങ് കലങ്ങി പോരുത്. ഈ ഒരു രീതിയിൽ വേണം കിട്ടാനായിട്ട്. സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കുക. ചക്കക്കുരു മാങ്ങയും ഒരുമിച്ചിട്ട് വേവിക്കരുത് കേട്ടോ. അങ്ങനെ വെച്ചാൽ മാങ്ങ അങ്ങ് വെന്ത് കലങ്ങിപ്പോവും. ഇതുപോലെ വേണം ചക്കക്കുരു മാങ്ങയും കറി തയ്യാറാക്കിയെടുക്കാനായിട്ട്. മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട. മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. 2-3 മിനിറ്റ് മതി. അതിനുള്ളിൽ നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് നാളികേരമാണ്. 1/2 ബൗൾ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളകും ഒരു ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കുക, കുറേശ്ശെ വെള്ളം ചേർത്തിട്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. മാങ്ങ ഒരുപാട് വെന്ത് കലങ്ങി പോകരുത്. ഈ രീതിയിൽ തന്നെ എടുക്കണം. ഇതിനകത്തേക്ക് നമ്മൾക്കിനി അരപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ പകുതി വേവിലായിരിക്കണം മാങ്ങ എടുക്കേണ്ടത്. ഈ സമയത്ത് അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലവർക്ക് കുറച്ച് ചാറോട് കൂടി കഴിക്കാനായിരിക്കും ഇഷ്ടം. അതനുസരിച്ചിട്ടൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഞാൻ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമ്മൾക്ക് ഒരുപാട് തവിയിട്ടിട്ടൊന്നും കുത്തി ഇളക്കരുത് കേട്ടോ. ആ മാങ്ങയൊക്കെ അങ്ങ് കലങ്ങി പോവും. ഈ സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾക്കൊരു 4-5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെ പച്ച ടേസ്റ്റ് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനൊരു 5 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം കറി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം കറി ഒന്നും കൂടി ഒന്ന് വറ്റും. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ കറിയിലേക്ക് ഒന്ന് വറുത്തിടണം. അപ്പോൾ വറുത്തും കൂടി ഇടുമ്പോഴാണ് കറിയുടെ സ്വാദ് ഒന്നും കൂടി കൂടുക. ഞാൻ സ്റ്റൗവിൽ നിന്ന് മൺചട്ടി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ, കടുക്, അതുപോലെ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൻ ഇരുമ്പിൻ്റെ ഇതുകൊണ്ട് നല്ലപോലെ ചൂടായതുകൊണ്ട് ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേർത്ത് കൊടുത്തത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളിയും ഉലുവയും എന്തായാലും ചേർത്ത് കൊടുക്കണം ഈ ഒരു കറിയിലേക്ക്.
നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇനി ഇതിനകത്തേക്ക് 2 3 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഞാനൊന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി നല്ല പോലെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കുകയും വേണം ഇതിനകത്തേക്ക് വറുത്തിടുമ്പം. ഇതിപ്പോൾ എല്ലാം നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കരിഞ്ഞു പോരുത് കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചക്കക്കുരു മാങ്ങയും കറിയൊക്കെ എല്ലാവരും തയ്യാറാക്കാറുള്ളതാണ് അല്ലേ? ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്